എന്ന് വെച്ചാൽ കുട്ടൻ ബിരിയാണിയാണ്. കുട്ടൻചേട്ടനാണ് ഉണ്ടാക്കുന്ന അറിയില്ല. കുട്ടൻചേട്ടൻ കുട്ടൻ കൺഫ്യൂഷൻ ആയി മാഞ്ഞുണ്ടെങ്കിൽ വണ്ടി ഒന്ന് തള്ളായിരുന്നു. തള്ളലിന് കുറവൊന്നുമില്ല. ഇവരൊക്കെ ഭയങ്കര ജോളിയുള്ള ആൾക്കാരെന്താ കയറിയപ്പോ വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മലപ്പുറം തിരൂരിലേക്കാണ്. തിരൂരിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകും. വയനാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായ പിടിക്കാൻ നിർത്തിയ ഇൻട്രോ ആണ്. അതായത് നമ്മുടെ ബ്രദർ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യാത്രകളും മറ്റ് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വണ്ടി വന്നിട്ടുള്ള ഭയങ്കര നോയ്സും ഇഷ്യൂസൊക്കെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് പുറകെ കാണുന്ന ചായക്കടയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഇനി ബാക്കി യാത്രകളൊക്കെ കാണാം, അടിച്ചു പൊളിക്കാൻ, തകർക്കാം. ഇനി ട്രാവൽ ഷിപ്പിൻ്റെ കളികൾ ഇനി എവിടെയാണ്? മലപ്പുറത്ത്. അപ്പോൾ നമുക്ക് മലപ്പുറത്തേക്ക് വിട്ടാലോ? അപ്പോൾ ഇതേ നമ്മൾ കാറിലാട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു ഡ്രൈവറുണ്ട്. ഡ്രൈവറല്ല, ചുമ്മാ പറഞ്ഞാണ്. അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ചേട്ടനാണ്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടോ. പക്ഷേ ഇനി പുള്ളിയെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ അത് പറയാം. അപ്പോൾ നമുക്ക് സർപ്രൈസ് ഒക്കെ ഉണ്ട്, അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വാരി കൂട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്തോളൂട്ടാ. ഇപ്പോൾ പോകുന്നത് നമ്മൾ തിരൂർക്കല്ല പോകുന്നത്. തിരൂർക്കാണ്. ആരെ പിക്കാനുള്ള? തിരൂരിൽ ഒരാളുണ്ട്. ആരായിരിക്കും? രാജേഷ്. പുള്ളിയുടെ കൂട്ടുകാരനുണ്ട്, രാജേഷ് എന്നുണ്ട്. പുള്ളിനെ കണ്ട യേശു ക്രിസ്തുവിനെ പോലെയാണ്. നമുക്ക് കാണിച്ചു തരാം. വേറെ ലെവൽ മനുഷ്യനാണ്. പിന്നെ ആളുടെ പാട്ടും കൂത്തും ഡാൻസൊക്കെ നമുക്ക് എന്തായാലും കാണാം. നമ്മുടെ ചാനലിൽ ഉണ്ടാവും. വൈബുള്ള ഒരാളുണ്ട്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ഞാൻ ക്യാമറയിൽ നമ്മുടെ ബെൽറ്റ് ഇട്ടോളൂ. ഓക്കെ. ഓ, സീറ്റ് ബെൽറ്റ് ഇടില്ല. അപ്പോൾ ചേട്ടൻ്റെ കമന്റ് ഉണ്ട് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട്. നമ്മൾ നിയമങ്ങൾ പാലിക്കണമല്ലോ. ബാക്കിൽ നിന്ന് കിട്ടണല്ലോ കേട്ടോ ഐറ്റം. അപ്പോൾ സീറ്റ് ബെൽറ്റ് കിട്ടിട്ടുള്ളത് ഞങ്ങൾ ഐറ്റം എൻ്റെ പൊന്നെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇനി അതാരും കമന്റ് ചെയ്യരുത് ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടന് ഇനി കയ്യടി ഇരിക്കട്ടെ, കൊടുക്കട്ടെ. അപ്പോൾ ചേട്ടൻ ഫാൻസ് ലൈക്ക് ചെയ്യാർ. അതന്നെ അനിയനെ നേർവയിലേക്ക് നടത്തുന്ന ചേട്ടൻ ഫാൻസ് ലൈക്ക് ചെയ്യാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗോപ്രോ ഒക്കെ പുള്ളിയുടെ വകയുണ്ട്, അതിവൻ്റെ വകയുണ്ട്. നമ്മൾ പിന്നെ പറയാറില്ല എല്ലാവരോട് വട്ടെ കേട്ടേക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്, ആ പുള്ളീനെ പിക്ക് ചെയ്യണം. വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്, ആളെ പിക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ആദ്യം മുമ്പിൽ കിടക്കുന്ന ടാസ്ക്. പിന്നെ ഇന്നത്തെ വീഡിയോയിലും ഭയങ്കര വലിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ യാത്ര ചെയ്യട്ടെ. അപ്പോൾ നമുക്കപ്പോൾ അതിന് വഴി പോണ കാഴ്ചകളും മറ്റു പല കാഴ്ചകളും ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ തിരൂരെത്തിയിട്ടുള്ള കാഴ്ചയും കാണാം. അപ്പോൾ ശരി, വീണ്ടും കൈയടിക്കുന്നില്ല, നമുക്ക് അവിടെ വെച്ച് കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ പൊന്നാനി കഴിഞ്ഞു. പൊന്നാനി കഴിഞ്ഞിട്ടില്ല. പൊന്നാനിക്ക് 31 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേറ്റുവ പാലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിശ്വാസമായിട്ടാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയും പൊന്നാനിക്ക് 31 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ അവിടെ ഫ്രണ്ട്, നമ്മുടെ കൂട്ടുകാർ, ചേട്ടൻ്റെ എൻ്റെ ഒക്കെ സുഹൃത്ത് ഞങ്ങളുടെയൊക്കെ കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ 7 മണിക്ക് ഇറക്കേണ്ട ഞങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ 8:30 ഇറങ്ങി. അതാണ് നമ്മൾ എവിടെ പോകണമെങ്കിലും കുറച്ച് നേരം മുമ്പേ ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ 8:30 ഇറങ്ങി. ഇനിയിപ്പോൾ എപ്പോൾ എത്തുന്നൊരു പിടിയില്ല. വഴിയിൽ പക്ഷെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബസ്സുകാർ പറയണ്ടല്ലോ, വണ്ടിയുടെ ഒന്നും ഇടിച്ചില്ല, കുത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്കൊന്നും രണ്ട് തെറി അറിയാമെന്ന് നമ്മൾ തോന്നി. പക്ഷെ നമ്മൾ വേണ്ട, നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ എന്തിനാ മറ്റൊരു വെറുതെ പറഞ്ഞേന്ന് വിചാരിച്ചിട്ട് കുറെ ബലിക്കാക്കുകളും പോകുന്നുണ്ട് ഇടയ്ക്കൂടെ ഒക്കെ ബൈക്കിലേ. എന്ത് പറയാനാണ്, കാര്യമൊന്നുമില്ല പറഞ്ഞിട്ടും ഇതെങ്ങനെ തന്നെ. അതും ചിലരണം ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു സേഫ്റ്റി ഇല്ലാണ്ട് പോകുന്നതാണ്. നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ സേഫ്റ്റി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഹെൽമെറ്റും. അത് തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഇപ്പം ആരുണൊക്കെ ചേട്ടനാണെങ്കിൽ എപ്പോഴും വണ്ടി കയറാണെങ്കിൽ അപ്പോൾ സീറ്റ് ബെൽറ്റ് എടുക്കും. അത് ശീലമായി മാറി. അതുപോലെ എല്ലാവരും ശീലാക്കി എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആളെപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടും. അതൊരു മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ആക്കണം അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ
നമുക്കിനി എവിടെ ഇനിയും കുറച്ചും കൂടി പോകാണ്ട് നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ വീണ്ടും നമ്മുടെ ബ്രോയുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടിരിക്കുകയാണ്. അതേ പുറകെ കാണാം. ഇത് രാജേഷ് ബ്രോ, ഇത് സാദിഖ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സാദിഖ് ബ്രോയ്ക്ക് സാധിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാദിഖ് ബ്രോയ്ക്ക് സാധിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതാ നമ്മുടെ യേശു ക്രിസ്ത്യൻ പോലെ ഇരിക്കുന്ന രാജേഷ് ഏട്ടൻ. അതെ, വാപ്പ കണ്ടറിഞ്ഞിട്ടതാണ്. കൊച്ചിനെ ബാപ്പയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി കൊച്ചെല്ലാം സാധിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഭയങ്കര എൻജോയ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ വേറെ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടില്ല, മൊത്തം കൺഫ്യൂഷൻ ആയി. മാഞ്ഞുണ്ടെങ്കിൽ വണ്ടി ഒന്നും തള്ളായിരുന്നു. തള്ളലിന് കുറവൊന്നുമില്ല. ഇവരൊക്കെ ഭയങ്കര ജോളിയുള്ള ആൾക്കാരെന്താ കയറിയപ്പോ എന്നെ മനസ്സിലായി. രണ്ടുപേരും ഭയങ്കര പവർഫുൾ ആണ്. പവർഫുൾ അതന്നെ. രാജേഷ് പാട്ടൊക്കെ പാടും. അതന്നെ, രാജേഷ് ചേട്ടൻ പാട്ട് പാടും, പിന്നെ ഗിറ്റാർ വായിക്കും, പിന്നെ നന്നായിട്ട് ഉറങ്ങുമ്പോ കണ്ണടയ്ക്കും. അതിനൊക്കെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാദിക്കിന് പറ്റില്ലേ? സാദിക്കും പിന്നെ പാട്ട് പാടും. മറ്റേ മാമുക്കോയ പാടുന്ന പോലെയാണോ? ഒരേ വീവാണ്, അഹങ്കാരം കൊണ്ട് പറയാം. നമ്മുടെ അടുത്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഇത് കുറച്ച് ഉള്ളേരായുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ല, കാണുന്ന സ്ഥലമുണ്ട്. പക്ഷേ അപ്പൊ നമുക്ക് ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ ഫുഡ് കഴിക്കാനും പോകണം. പിന്നെ മഴപ്പോഴത്തെ സ്പെഷ്യലൊക്കെ നമ്മൾ അടിച്ച് ഇങ്ങനെ വയറ് സെറ്റ് ആക്കണം. പിന്നെ നമ്മുടെ സാദിഖ് ബ്രോ നമുക്ക് വലിയൊരു ചെലവ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഫിക്സ് റെക്കോർഡിങ് കഴിഞ്ഞില്ലേ? റെക്കോർഡിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാർഡ് എടുക്കുമ്പോ റെക്കോർഡ് ചെയ്യണം. കാണല്ലോ, സാദിക്ക് എന്തൊരു വലിയ മനുഷ്യനെ കഴിഞ്ഞിട്ട് ആ കാട്ട് സാദിഖ് ബ്രോ ഫാൻസ് ലൈക്ക് ചെയ്യാറ്. ഇനി അങ്ങനെ കമന്റ് ഒക്കെ ആവും. സാദിക്ക് ഓരോ കാർഡ് സ്വൈപ്പിന് ഓരോ ലൈക്ക് കിട്ടുന്നുണ്ടോ? അതന്നെ. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകണം. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കാണാടാ. അപ്പൊ ഇത് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് തിരികെയുണ്ടാവും. നമ്മളിപ്പോ സ്ഥലത്തിന്റെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ തിരികെയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് വെച്ചാൽ കുട്ടൻ ബിരിയാണിയാണ്. കുട്ടൻ ചേട്ടനാണ് ഉണ്ടാക്കുന്ന അറിയില്ല, കുട്ടൻ ബിരിയാണി ആണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ എന്താണ് കുട്ടൻ ബിരിയാണി എന്ന് നമുക്ക് കേൾക്കാം. എന്താണ് ബ്രോ കുട്ടൻ ബിരിയാണി? അങ്ങനെ അത്ര വലിയ കാര്യമില്ല, ചെറിയ ബീഫ് എന്ന് പറയാം. വളരെ സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നോക്കാം, കണ്ടറിയാം. അതെ. അപ്പോ എന്താണ് ബിരിയാണി ടേസ്റ്റ് ആയാലും ഓരോരുത്തരും പറയുന്നതായിരിക്കും. നമ്മൾ ഫേമസ് ആട്ടോ, അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ ബിരിയാണി വന്നാൽ ഞാൻ ഓട്ടം ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് പവർഫുൾ ആവണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് എന്തിട്ടാണ് പച്ച കളറുള്ള ഒരു നാരങ്ങ വെച്ചത് സെർലസിന് ഐറ്റം വന്നിട്ടില്ല. ഐറ്റം വരും, വെയിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ കുട്ടൻ ബിരിയാണി വന്നേക്കാണ്. കാണാൻ കുട്ടപ്പനായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ട് എന്ന്. സെറ്റപ്പ് ആക്കി നോക്കാം കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും, അവസാനം അഭിപ്രായം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ പിടിച്ച കുട്ടൻ ബിരിയാണി. ഇതുണ്ടോ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടല്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്ത് വന്നേക്കാണ്. വണ്ടി കയറാൻ പോവാണ്. നമ്മുടെ ചേട്ടന്മാരെ അവിടെ വരുന്നൊരു പൈസ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. മാസ്ക് അതുകൊണ്ട് വെച്ചത്. പുറത്തിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ മാസ്ക് ഇട്ട് അവെയർ ആവണമല്ലോ, അതുകൊണ്ടാണ് മാസ്ക് വെച്ചത്. അവർ വരുമ്പോഴേക്കും നമുക്ക് വണ്ടി കയറാം, നമുക്ക് വയനാട് പോകാം. വയനാട്ടിലേക്കുള്ള പോകാം. അവിടെ ഗസ്റ്റിലും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തകർത്തിട്ട് വരാം. ഇപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ബോറടിക്കുന്നുണ്ടാവും. പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം കേട്ടോ.